മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സിപിഐ പിന്തിരിപ്പിക്കാനുള്ള എം.എ. ബേബിയുടെ നീക്കവും ഫലം കണ്ടില്ല. നിലപാടിൽ മാറ്റം വരുത്തേണ്ടെന്ന് സിപിഐ അടിയന്തര സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അതേസമയം തുടർ നടപടികൾക്കായി മന്ത്രിസഭാ ഉപസമിതി എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സിപിഐ അംഗീകരിച്ചേക്കും. വിഷയം ചർച്ച ചെയ്യാൻ ഉടൻ LDF യോഗം ചേരും. നവംബർ 4-ന് ചേരുന്ന സിപിഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ സിപിഐ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നേരത്തെ ഉപസമിതി എന്ന ഓപ്ഷൻ അംഗീകരിക്കാനുള്ള സാധ്യതയല്ലേ ഇപ്പോഴും കാണുന്നത്? കൂടാതെ ഇന്നലെ മുഖ്യമന്ത്രി, ശേഷം ഇന്ന് എം.എ. ബേബിയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്നുകൂടി അറിയുന്നു. വിശദാംശങ്ങൾ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ മാത്രമാണ് സിപിഐ ഉറച്ചു നിൽക്കുന്നത്. അതിനവർക്ക് അവരുടേതായ കൃത്യമായ കാരണങ്ങളുണ്ട്. അക്കാര്യം നേരത്തെ തന്നെ ഇന്നലെ നടത്തിയ ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആ മന്ത്രിമാരടക്കമുള്ളവർ പറഞ്ഞതാണ്. അതായത് മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടു, സിപിഐയെ ഇരുട്ടിൽ നിർത്തി, സിപിഐ അറിയാതെ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയ്ക്ക് സിപിഐ അറിയാതെ ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിടുന്നു. അത് പത്രങ്ങളിലൂടെ മാത്രം തങ്ങൾ അറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് അംഗീകരിക്കാനാവില്ല. അക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം തീർച്ചയായും പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സിപിഐ തീരുമാനിക്കുന്നത്. അക്കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 4 മന്ത്രിമാർ രേഖാമൂലം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് അനുനയ ശ്രമങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയേണ്ടത്, ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കും. അതിൽ CPIയുടെ മന്ത്രിമാരടക്കമുള്ളവരായിരിക്കും ഈ ഉപസമിതിയിൽ ഉണ്ടാവുക. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ആ മന്ത്രിസഭാ ഉപസമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും. ഇനി അഥവാ PMC പദ്ധതി നിന്ന് പിന്നോട്ട് പോകാൻ, ആ പദ്ധതി ഒപ്പുവെച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ പോലും അതിൻ്റെ എല്ലാം പൂർണ്ണമായ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണം പൂർണ്ണമായും ഈ മന്ത്രിസഭാ ഉപസമിതിക്കായിരിക്കും. ഇനി നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉപസമിതിക്ക് തീരുമാനിക്കാം. മറ്റൊന്ന് LDF യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ പക്ഷേ ഇന്ന് നടന്ന യോഗം, അതായത് ഇന്ന് സിപിഐയുടെ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേർന്നത്. ആ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തത് പക്ഷേ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ മാറ്റമുണ്ടാവുമെന്ന കാര്യത്തിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത് സിപിഐയുടെ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതിൽ മാറ്റമില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഈ സമവായ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലാണ് ഇന്ന് സിപിഐയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ചില ചർച്ചകൾ നടത്തിയത്. അതിൽ ചില ആളുകൾ ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. MN സ്മാരക മന്ദിരത്തിൽ നടന്ന ചർച്ചയിൽ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്തതെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാളത്തെ പ്രതിഷേധമായി തന്നെ തുടരും. അതിനിടയിൽ MA BB അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ അനുനയ നീക്കവുമായി വീണ്ടും സജീവമായി രംഗത്തുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മന്ത്രി രാജൻ അടക്കമുള്ള ആളുകളെ ഇന്നലെയും ഇന്നുമായി MA BB ഫോണിൽ സംസാരിക്കുകയും ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നാളെ നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം, രാവിലെ നടക്കേണ്ട യോഗം വൈകിട്ടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈകിട്ട് 3:30-ക്കാണ് യോഗം നടക്കുന്നത്. അത് ഒരുപക്ഷെ CPI അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരെ കൂടി പങ്കെടുപ്പിക്കാൻ കഴിയുമോ എന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ വൈകുന്നേരത്തേക്ക് യോഗം മാറ്റിയത്. പക്ഷെ നമ്മൾ ഔദ്യോഗികമായി അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചില സമയപ്രശ്നം കൊണ്ടാണ് അതും വൈകിട്ടത്തേക്ക് മാറ്റിയതെന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും CPIയെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ CPM-ന് അത് വലിയ വിജയമായേനെ. പക്ഷേ ആ പ്രതിഷേധമായി തന്നെ നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് അനുനയ ചർച്ചകൾ സജീവമായി നടക്കുകയും ചെയ്യുന്നുണ്ട്.